തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ ചിരിക്കുമ്പോഴോ ഭാരമുള്ള വസ്തുക്കൾ ഉയർത്തുമ്പോഴോ മൂത്രം ലീക്ക് ആവുന്ന അവസ്ഥയാണ് സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ്. നമ്മുടെ അടിവയറ്റിലെ അവയവങ്ങളായ യൂറിനറി ബ്ലാഡർ, യൂട്രസ്, ഇൻഡസ്റ്റൈൻ ഇവയൊക്കെ താങ്ങി നിർത്തുന്നത് പെൽവിക് ഫ്ലോർ മസിൽസ് ആണ്. തുമ്മുമ്പോഴും ചിരിക്കുമ്പോഴും ഒക്കെ നമ്മുടെ വയറിനുള്ളിലെ സമ്മർദ്ദം വർദ്ധിക്കുകയും എന്നാൽ പെൽവിക് മസിൽസിന് വേണ്ടത്ര ബലമില്ലെങ്കിൽ മൂത്രനാളി കറക്റ്റായിട്ട് അടയുകയില്ല. ഈ സമയത്ത് മൂത്രം ലീക്ക് ആവാൻ ഒരു കാരണമാകുന്നു. ഈ പേശികളുടെ ബലക്കുറവിലേക്ക് നയിക്കുന്ന കാരണങ്ങളിൽ ഒന്ന് പ്രസവ സമയത്ത് പേശികൾക്കുണ്ടാവുന്ന കഠിനമായ വലിവും സമ്മർദ്ദവും ഒക്കെ പേശികൾ ദുർബലമാവാൻ കാരണമാകുന്നു. രണ്ടാമത്തേത് ഗർഭാവസ്ഥയിൽ കുഞ്ഞിന്റെ ഭാരം മാസങ്ങളോളം താങ്ങി നിർത്തുന്നത് ഈ പേശികളാണ്. അതും ബലക്കുറവിന് കാരണമാകുന്നു. മൂന്നാമത്തേത് മെനോപോസ് ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഈസ്ട്രജൻ ഹോർമോണിന്റെ കുറവ് പേശികളുടെയും കോശങ്ങളുടെയും ഇലാസ്തികത നഷ്ടപ്പെടുത്താം. നാലാമത്തേത് അമിതഭാരം, ശരീരഭാരം കൂടുമ്പോൾ അടിവയറ്റിലും മൂത്രസഞ്ചിയിലും സമ്മർദ്ദമുണ്ടാവുന്നു. അഞ്ചാമത്തേത് തുടർച്ചയായി ചുമയുള്ളപ്പോഴും കോൺസ്റ്റിപ്പേഷൻ ഉള്ളപ്പോഴും കൊടുക്കുന്ന ഓവർ സമ്മർദ്ദം ഈ പേശികൾ അയഞ്ഞു പോകാൻ ഒരു കാരണമാകാറുണ്ട്. ഈ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന പരിഹാരങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് കെഗൽ എക്സസൈസ്. ഇതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. മലമൂത്ര വിസർജനം നടത്തുമ്പോൾ അത് നിർത്തിവെക്കാൻ അടിവയറ്റിലെ ഏത് മസിൽസിനെയാണോ നമ്മൾ അമർത്തുന്നത് അല്ലെങ്കിൽ സ്ക്യൂസ് ചെയ്യുന്നത് അതാണ് പെൽവിക് ഫ്ലോർ മസിൽ. ശാന്തമായി ഇരുന്നോ അല്ലെങ്കിൽ കിടന്നുകൊണ്ടോ 5 മുതൽ 10 സെക്കൻഡ് വരെ ഈ മസിൽസ് ഉള്ളിലേക്ക് ചുരുക്കി പിടിക്കുക. അതിനുശേഷം സാവധാനം അയക്കുക. ആ സമയം ശ്വാസം അടക്കി പിടിക്കുകയോ നമ്മുടെ തൈസിലെയും ബട്ടക്സിലെയും മസിൽസ് അമർത്തി വെക്കുകയോ ചെയ്യുന്നത്. ദിവസവും 3 നേരം 10 മുതൽ 15 തവണ ഇത് ആവർത്തിക്കുക. 2 മുതൽ 3 മാസം വരെ തുടർച്ചയായി ചെയ്യുമ്പോൾ നല്ല മാറ്റം ഉണ്ടാവും. രണ്ടാമത്തേത് ബ്ലാഡർ ട്രെയിനിങ്. യൂറിൻ പാസ് ചെയ്യാൻ തോന്നുമ്പോൾ മാത്രം ടോയ്ലറ്റിലേക്ക് ഓടാതെ കൃത്യമായിട്ടൊരു ടൈം ഷെഡ്യൂൾ ഉണ്ടാക്കി വെക്കുക. ആദ്യം 2 മണിക്കൂർ ഇടവിട്ട് യൂറിൻ പാസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ക്രമേണ ഇത് 2.5 മണിക്കൂറോ 3 മണിക്കൂറോ ആക്കി മാറ്റുക. ഇങ്ങനെ നമ്മുടെ ഒരു ബ്ലാഡറിന്റെ കപ്പാസിറ്റി കൂട്ടിക്കൊണ്ടുവരിക. മൂന്നാമത്തേത് അമിതഭാരമുള്ളവർ 10% വരെ ശരീരഭാരം നിയന്ത്രിക്കുക. ശരീരഭാരം നിയന്ത്രിക്കുമ്പോൾ തന്നെ യൂറിനറി ബ്ലാഡറിലേക്കുള്ള കംപ്രഷൻ കുറയുകയും ഈ ഒരു ബുദ്ധിമുട്ടിന് ആശ്വാസം ലഭിക്കുകയും ചെയ്യും. ഭക്ഷണത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ അമിതമായി കോഫി, ടീ, കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, സോഡ ഇതൊക്കെ കുടിക്കുന്നത് ഒഴിവാക്കുക. മധുര പലഹാരങ്ങളൊക്കെ അധികമായി കഴിക്കുന്നതും ഒഴിവാക്കുക. അതുപോലെ തന്നെ പ്രധാനമാണ് വെള്ളം കുടി കുറയുന്നത്. എപ്പോഴും മൂത്രം പോകുന്നത് പേടിച്ച് പലരും വെള്ളം കുടിക്കുന്നത് കുറയ്ക്കാറുണ്ട്. എന്നാൽ ഇങ്ങനെ ചെയ്യുന്നത് വഴി യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടും. അഞ്ചാമത്തേത് കോൺസ്റ്റിപ്പേഷൻ വരാതെ നോക്കുക. ധാരാളം നാരുകൾ അടങ്ങിയ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. കാരണം കോൺസ്റ്റിപ്പേഷൻ ഉള്ളപ്പോൾ ഈ ബ്ലാഡറിലേക്ക് ഒരു അധിക കംപ്രഷൻ വരികയും മൂത്രം ലീക്കാവാനുള്ള സാഹചര്യം കൂടുകയും ചെയ്യുന്നു. ഓർക്കുക, സാധാരണ രീതിയിലുള്ള ചുമയോ തുമ്മലോ ഒക്കെ വരുമ്പോൾ തന്നെ ഈ പെൽവിക് ഫ്ലോർ മസിൽസ് ഉള്ളിലേക്ക് ചുരുക്കി പിടിച്ചു വെക്കാൻ ശ്രദ്ധിക്കുക.